നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾ വീഡിയോസ് കാണുന്നവരെല്ലാം എത്ര ചാപ്റ്റർ പഠിച്ചു എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് കമന്റ് ചെയ്യും. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചാപ്റ്ററും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് അതിനകത്താണ് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസും കൈനറ്റിക് തിയറി എല്ലാം പഠിപ്പിക്കുന്നത്. അത് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഞാൻ പഠിപ്പിക്കും. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് ഒന്ന് കൃത്യമായിട്ട് എടുക്കുക. എത്ര ചാപ്റ്റർ കൃത്യമായിട്ട് അല്ലെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത ചാപ്റ്ററുകൾ എത്ര ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഓൺലൈൻ ഗ്രൂപ്പിനെല്ലാം ഞായറാഴ്ച എത്ര ചാപ്റ്റർ പഠിച്ചു ഇങ്ങനെ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് അവർ എത്ര ചാപ്റ്റർ പഠിച്ചു എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതാണ് ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ ഫിനിഷ് ചെയ്ത ചാപ്റ്ററുകളുടെ പേര് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ കമന്റ് ബോക്സിൽ കേൾക്കുന്ന ഒരു കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ യാതൊരു നാണക്കേടുമില്ല. പഠിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യകതയാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ക്യാപ്പിലാരിറ്റി പറയുമ്പോൾ തന്നെ എന്തറിയാം, ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആംഗിൾ ഓഫ് കോണ്ടാക്ട് പഠിക്കണം. അതിനുശേഷം എന്താണ് ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ ക്യാപ്പിലർ റൈസ് പഠിക്കണം, ക്യാപ്പിലറി ഡിപ്രഷൻ പഠിക്കണം, എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ക്യാപ്പിലറി അസെന്റ് എന്നുള്ളത് പഠിക്കണം, എക്സ്പ്രഷൻ പഠിക്കണം, അതിന്റെ ഡെറിവേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങൾ ചേർന്നതിന് ശേഷം പഠിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ടൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിപെൻഡ്സ് അപ്പോൺ ക്യാപ്പിലർ റൈസ്, ഓൾറെഡി അതിനകത്ത് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആവും. ഇന്നത്തെ എൻ്റെ വീഡിയോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് മുതൽ ക്യാപ്പിലാരിറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും ചേർന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ബാക്കിയുള്ള എല്ലാ പോർഷൻസ് കഴിഞ്ഞെങ്കിൽ ബെർണോളിസ് തിയറം, അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ പ്രൂഫ്, അതെല്ലാം അടങ്ങിയതായിരിക്കും അടുത്ത വീഡിയോ. അതുകൊണ്ട് നമ്മുടെ ഘട്ടമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിച്ചിട്ട് ഇപ്പോഴും ഓരോ കുട്ടികളും കേരളത്തിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, സാറേ ഞങ്ങൾ ഒന്നാമത്തെ കൂടിയായുള്ളൂ, ഞങ്ങൾക്ക് ടെൻഷൻ വരുന്നു, പഠിച്ചു തീരുവോ? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടിയ കുട്ടികളാണ്. നന്നായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള സമയമുണ്ട്. ഇപ്പോഴായാലും നിങ്ങൾ സമയം കളയാതെ പഠിക്കുക. എക്സാം എന്നാണ് എന്നൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, നല്ല കൃത്യമായിട്ട് ചെയ്യുക. +2 ഓൺലൈനിലേക്ക് നവംബർ 5 വരെയാണ് ഞാൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നവംബർ 5-ന് ക്ലോസ് ചെയ്യാനാണ്. നവംബർ 5 വരെയുള്ള ചേരാൻ താല്പര്യമുള്ളവർക്കെല്ലാം ചേരാം. 13ാമത്തെ ബാച്ചിലേക്ക് നമ്മൾ കയറി. നവംബർ 5 വരെ ചേരാൻ ആഗ്രഹിക്കുന്ന ഓൺലൈൻ +2 ഫിസിക്സ് ഗ്രേഡ്സ് ആണ് ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കെല്ലാം ചേരാം. ഓക്കെ, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരുപാട് ഞാൻ സംസാരിച്ചു പോകുന്നതിലേക്ക് നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും ക്യാപ്പിലാരിറ്റി ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് പിടിക്കാം. ഓക്കെ, അതായത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ക്യാപ്പിലാരിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് അറിയിക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഡയഗ്രാം ഒക്കെ വൃത്തിയായിട്ട് വരയ്ക്കുക. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ, നമ്മൾ ഒരുപാട് കാട് കയറി പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. നിങ്ങൾ നോക്കുക, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഞാനിവിടെ ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്ന് പറയുന്നത് തീറ്റയാണ്. സാധാരണ ആംഗിൾ എല്ലാം ഡിനോട്ട് ചെയ്ത ലെറ്റർ തീറ്റയാണ്. ഞാൻ അതിന് മാറ്റം വരുത്തിയിട്ടില്ല. ഇത് ഡിനോട്ട് ചെയ്ത ലെറ്റർ തീറ്റയാണ്. ഇവിടെ 2 പടം വരച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇതൊരു ക്യാപ്പിലറി ഒരു ട്യൂബാണെന്ന് വിചാരിക്കും. ഇതൊരു ട്യൂബാണ്. എന്നിട്ട് ഇങ്ങനെ വരച്ചേക്കുന്നത്, ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇങ്ങനെ വരച്ചേക്കുന്നത്, ഇങ്ങനെ കാണുന്നുണ്ടല്ലേ? ഇങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് കോൺകേവ് മെനിസ്കസ് എന്നാണ്. എന്താണ് കോൺകേവ്? ഇങ്ങനെ വരുന്ന പാർട്ട് കോൺകേവ് ആണ്. തിരിച്ച് ഇങ്ങനെ വരുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കോൺവെക്സ് മെനിസ്കസ് എന്നാണ്. അത് അഡ്രസീവ് ഫോഴ്സും കോസീവ് ഫോഴ്സിന്റെ ഒക്കെ ഗ്രേറ്ററും ലെസറും ഒക്കെ വെച്ച് പറയുന്നതാണ്. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾ ഓർത്തിരിക്കാൻ മാത്രം മതി. ഇത് അല്ല അതിന്റെ ആവശ്യമില്ല. +1-ൽ ഇങ്ങനെ വരയ്ക്കുന്നത് കോൺകേവും ഇങ്ങനെ വരയ്ക്കുന്നത് കോൺവെക്സ് മെനിസ്കസുമാണ്. ഓക്കെ, അത് ക്ലിയർ ആയി. അന്നേരം ഇത് കോൺകേവ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയേ, ഇതൊരു ടാൻജന്റ് ആണ്. നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇതൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. കണ്ടിത് ഈ പോയിന്റ്, ഇത് ഇന്ന് വരച്ചേക്കുന്ന ടാൻജന്റ് ആണ്. ഈ നമ്മൾ അങ്ങനെയാണെങ്കിൽ സർക്കിൾ ആണെങ്കിലും നമ്മൾ ഇതിലൂടെ ചേർന്ന് പോകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ്
ടാൻജന്റ് ആണ്, അതായത് ടാൻജന്റ് ആണ്. ഇതിനിടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇവിടെ എടുത്തേക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കോൺകേവ് മെനിസ്കസ് ആണ്, ഒരു ടാൻജന്റ് പോയിട്ടുണ്ട്, അതിനിടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. എടുത്തേക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇവിടെ തിരിച്ച് ഇത് ഏത് മെനിസ്കസ് ആണ്? കോൺവെക്സ് ആണ്. തിരിച്ച് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, കോൺവെക്സ് ആണ്. ഇവിടെയും ടാൻജന്റ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് ആംഗിൾ ആണ് തീറ്റ. ലിക്വിഡ് എടുത്തേക്കുന്നത് മെർക്കുറി ആണ്. ഇവിടെ എടുത്തേക്കുന്ന വാട്ടർ ആണെങ്കിൽ ഇവിടെ എടുത്തേക്കുന്നത് മെർക്കുറി ആണ്. നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ സാർ പറയാൻ പോകുന്നത്? നമുക്ക് ഇനി ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാം. നോക്കണം, ദി ആംഗിൾ ബിറ്റ്വീൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഡെഫിനിഷൻ, അതുകൊണ്ടാണ് വൃത്തിയായിട്ട് അങ്ങ് എഴുതി വന്നിരിക്കുന്നത്. ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജന്റ് ടു ദി ലിക്വിഡ് സർഫസ്, ടാൻജന്റ് ടു ദി ലിക്വിഡ് സർഫസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സോളിഡ് സർഫസ് ഇൻസൈഡ് ദി ലിക്വിഡ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സോളിഡ് സർഫസിനും ലിക്വിഡ് സർഫസിനും ഇടയിലുള്ള ടാൻജന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട 1-2 ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് കോൺവെക്സ് മെനിസ്കസും കോൺകേവ് മെനിസ്കസും. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്നും മെർക്കുറിയും വാട്ടറുമാണ് എടുക്കുന്നതെന്നും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബോക്സ് ആണ് ഞാൻ ഈ പറയുന്നതെന്ന് മനസ്സിൽ തന്നെ കുറിച്ചിട്ടേക്കുക, മനസ്സിൽ ഫ്രെയിം ചെയ്തിട്ടേക്കുക. നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ ക്ലിക്ക് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതുപോലെ വെച്ചേക്കുക. ഫോർ ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ, ഫോർ ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ, വാട്ടറിനെ പോലുള്ള വെള്ളം പോലുള്ളതാണെങ്കിൽ, ലിക്വിഡ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് അക്യൂട്ട്. കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം അല്ലെ? അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവുള്ളതിനെയാണ് നമ്മൾ അക്യൂട്ട് എന്ന് പറയുന്നത്. അന്നേരം വാട്ടറിനെ പോലുള്ള ലിക്വിഡ് എടുത്താൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അക്യൂട്ട് ആയിരിക്കും. ഫോർ ലിക്വിഡ്സ് ലൈക്ക് മെർക്കുറി, മെർക്കുറി പോലുള്ള ലിക്വിഡ് എടുത്താൽ വലിയ സംഭവമാണ്. ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ഒബ്റ്റ്യൂസ്. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലായി, ഏകദേശം 135 ഡിഗ്രി എന്നൊക്കെ പറയും. 135 ഡിഗ്രി. മറ്റേത് ഏകദേശം ആംഗിൾ എന്ന് പറഞ്ഞാൽ നിയർലി 0 എന്നൊക്കെയാണ് പറയുന്നത് മെർക്കുറി. അന്നേരം നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. ഫോർ ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് അക്യൂട്ട് ആൻഡ് ഫോർ ലിക്വിഡ്സ് ലൈക്ക് മെർക്കുറി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ഒബ്റ്റ്യൂസ്. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. കാരണം 2 മാർക്കിന് നമ്മൾ 10 മാർക്കിന്റെ വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിക്കുക. പടം നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുക. എന്നെക്കാട്ടിൽ വൃത്തിയായിട്ട് എപ്പോഴും പറയാറുണ്ട്, വൃത്തിയായിട്ട് കുട്ടികൾ പടം വരയ്ക്കാറുണ്ട്. ഡെഫിനിഷൻ കൊടുക്കുക, എന്നിട്ട് ഈ സെന്റൻസ് കൂടെ എഴുതിയേക്കുക. എന്റെ നോട്ടിനകത്തിരിക്കുന്ന ഒരു ഫിഗറെ കാണത്തുള്ളൂ, നിങ്ങൾ ഈ ഫിഗർ കൂടെ വരച്ചിട്ടേക്കുക. നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞു. അന്നേരം അത് നല്ല ഒരു ഡെഫിനിഷൻ എഴുതണം, നല്ലപോലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി കൊടുക്കുക. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? മാക്സിമം 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ കൂടുതലായിരിക്കും. 1 അല്ലെങ്കിൽ 2 മാക്സിമം. 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല, അതിനൊക്കെ വരുന്നുണ്ട് സംഭവം. ഇനി നമുക്ക് എന്താണ് ക്യാപ്പിലാരിറ്റി, ക്യാപ്പിലറി റൈസ്, ക്യാപ്പിലറി ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പഠിക്കാം. എന്നിട്ട് എന്റെ എക്സ്പ്രഷനോട്ട് പോകും. ഓക്കെ, ഒരിക്കലും അവരുണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് അങ്ങനെ കണ്ണ് തുറന്ന് നല്ല വ്യക്തമായി ശക്തമായി നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലപോലെ പഠിക്കണം. ഉറക്കം വരുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റണം, ചാടി എഴുന്നേക്കണം. ഓക്കെ ഓക്കെ, നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പഠിച്ചു കഴിഞ്ഞു. ആംഗിൾ ഓഫ് കോണ്ടാക്ടിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപ്പിലാരിറ്റി ഓർ ക്യാപ്പിലറി റൈസ്. ക്യാപ്പിലാരിറ്റി ഓർ ക്യാപ്പിലറി റൈസ്. ഇത് നിങ്ങൾക്ക് ഈ പടം മാത്രമേ നിങ്ങൾക്ക് അതാതുള്ളൂ. സിലബസ് എത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ക്യാപ്പിലറി ഡിപ്രഷൻ, ക്യാപ്പിലറി ഡിപ്രഷൻ അത് വലിയ സംഭവം അല്ല എന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കോൺവെക്സ് കോൺകേവ് മെനിസ്കസ് ഉപയോഗിക്കുന്ന രീതിയും ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ ഒക്കെ രീതി പറയാൻ വേണ്ടി 2 ഫിഗർ വരച്ചേക്കുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപ്പിലാരിറ്റി ഓർ ക്യാപ്പിലറി റൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, ഇതുപോലെ ഫിഗർ വരയ്ക്കുക. ഇതാണൊരു തിന്നായിട്ടൊരു ട്യൂബാണ്. നിങ്ങൾ +2-നൊക്കെ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈ ചെറിയ അപ്പാരസിനകത്ത് ഇപ്പം പല പല നിങ്ങൾക്ക് കോണിക്കൽ ഫ്ലാസ്ക്, തിന്നായിട്ടുള്ള ഗ്ലാസ് ട്യൂബ്, തിന്നായിട്ടുള്ളൊരു ട്യൂബാണെന്ന് വിചാരിക്കുക. ഏത് താണ്ടി വെച്ചേക്കുന്നത് ഇതിനെ പറയുന്നത് ഒരു ക്യാപ്പിലറി ട്യൂബ് എന്നാണ്. നിങ്ങൾ നോക്കിയേ, ഇതൊരു ക്യാപ്പിലറി ട്യൂബാണ്. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിച്ചേക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഈ സർഫസ് വരുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇനി കണ്ണും കൂട്ടി പറഞ്ഞേക്കണം കോൺകേവ് മെനിസ്കസ് ആണ്.
സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. നമ്മൾ അത് ചോദിക്കേ, when a capillary tube is dipped in a liquid, when a capillary tube is dipped in a liquid, ബ്രാക്കറ്റിൽ നിങ്ങൾ കൊടുത്തേക്കണം വാട്ടർ. ദി ആംഗ്ലോ കോണ്ടാക്ട് എന്തുമായിരിക്കും? വാട്ടറിന്റെ ആംഗ്ലോ കോണ്ടാക്ട് ഈസ് അക്യൂട്ട്. ദി ലിക്വിഡ് റൈസസ് ഇൻ ദി ട്യൂബ്. ലിക്വിഡ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും ട്യൂബിനകത്ത്. ഇതിനെ പറയുന്ന പേരാണ് കാപ്പിലാരിറ്റി, അല്ലെങ്കിൽ കാപ്പിലറി റൈസ്, അല്ലെങ്കിൽ കാപ്പിലറി അസെന്റ്. ഏതെങ്കിലും 3 പേരിൽ അറിയപ്പെടും. ഒന്നുകിൽ കാപ്പിലാരിറ്റി, അല്ലെങ്കിൽ കാപ്പിലറി റൈസ്, അല്ലെങ്കിൽ കാപ്പിലറി അസെന്റ്. അന്നേരം when a capillary tube is dipped in a liquid whose angular contact is acute, acute means എത്ര 90 ഡിഗ്രി കട്ടി കുറവാണെങ്കിൽ, the liquid rises in the tube and this phenomenon is known as capillarity or capillary rise or capillary ascent. എന്താണ് കാപ്പിലറി ഡിപ്രഷൻ എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതേപോലുള്ള ബീക്കർ എടുത്തു, അതിനകത്ത് കാപ്പിലറി ട്യൂബ് ഡിപ്പ് ചെയ്തു. ഇത് ഏത് മെനിസ്കസ് ആണ്? കോൺവെക്സ് ആണ്. എടുത്തേക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറി ആണ്. മെർക്കുറി ആകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ആംഗ്ലോ കോണ്ടാക്ട് ഈസ് ഒപ്റ്റ്യൂസ്. ഏകദേശം എത്ര ഡിഗ്രി ആണ് കഴിഞ്ഞ ആംഗ്ലോ കോണ്ടാക്ട് പറയുന്നത്? 135 ഡിഗ്രി ആണ് ഏകദേശം മെർക്കുറിയുടെ എടുക്കുന്നത്. അന്നേരം കാരണം 90 ഡിഗ്രി കട്ടി കൂടുതലാണല്ലോ 135 എന്ന് പറയുന്നത്. അന്നേരം കോൺവെക്സ് മെനിസ്കസ് ആണ്, മെർക്കുറി ആണ്. അന്നേരം when a capillary tube is dipped in a liquid, ബ്രാക്കറ്റിൽ വാട്ടർ മാറ്റിയിട്ട് മെർക്കുറി നാക്കുക, the angular contact is obtuse, the liquid depresses in the tube. മുകളിലോട്ട് റൈസ് ചെയ്തില്ല, ഡിപ്രസ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് കാപ്പിലറി ഡിപ്രഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എക്സ്പ്രഷൻ ഫോർ കാപ്പിലാരിറ്റി മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കാപ്പിലറി റൈസിന്റെ ഡെഫിനേഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളുണ്ട്. എന്നാലും ഒരു ടോപ്പിക്ക് നമുക്ക് എപ്പോഴും +1 അല്ലെങ്കിൽ +2 നമുക്ക് മാർക്ക് കുറയാനുള്ള കാരണം, നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെ ഫുൾ റൗണ്ട് അപ്പ് ചെയ്ത് പഠിക്കണം. അതൊരു നിങ്ങൾക്ക് തരുന്ന ഏറ്റവും നല്ല ടിപ്പായിരിക്കും ഞാൻ തരുന്നത്. കാരണം അപ്പോൾ ഒരു സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, അത് രണ്ടും പഠിച്ചിരിക്കണം. അതിന്റെ യൂണിറ്റുകൾ, അതിന്റെ ഡയമെൻഷൻ, എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, ഷോ ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പോർഷൻ പഠിക്കുമ്പോണ്ടല്ലോ, അതിന് മണ്ടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ കാപ്പിലാരിറ്റി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതൊക്കെയാണ് ആംഗ്ലോ കോണ്ടാക്ട് അറിഞ്ഞിരിക്കണം, കാപ്പിലറി റൈസ്, കാപ്പിലറി ഡിപ്രഷൻ, അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് എക്സ്പ്രഷൻ പഠിക്കണം, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പഠിക്കണം, അതിന്റെ ന്യൂമറിക്കൽസ് പഠിക്കുമ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. ഒരു പോർഷൻ ഇങ്ങനെയാണ് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഫിസിക്സിൽ ക്ലിയർ ആയിട്ട് പഠിക്കണം. അത് നമുക്കൊരു കോൺഫിഡൻസ് അതിന് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കാപ്പിലറി റൈസ്, കാപ്പിലറി ഡിപ്രഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ്, 3 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് വരെ ചോദിക്കാം. എക്സ്പ്രഷൻ ഫോർ കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി റൈസ്. ഈസി ആയിട്ട് പഠിക്കും. ഓക്കെ 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 നമ്മള് ആംഗ്ലോ കോണ്ടാക്ട്, കാപ്പിലറി റൈസ്, കാപ്പിലറി ഡിപ്രഷൻ. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഫോർ കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റിക്ക് പറയുന്ന മറ്റൊരു പേര് കാപ്പിലറി റൈസ്, മറ്റൊരു പേര് കാപ്പിലറി അസെന്റ്. ബോർഡ് നിറച്ച് ഞാനിങ്ങനെ എഴുതിയായിട്ട് നിങ്ങൾക്ക് തോന്നും, ബോർഡ് നിറച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇപ്പം പല അധ്യാപകർ പല മെത്തേഡിലായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ എല്ലാത്തിനകത്തും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനൽ ഇക്വേഷൻ ഒരു മാറ്റം വരത്തില്ല. ഫൈനൽ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് h = 2s cos θ r rho g എന്ന് പറഞ്ഞ ഇക്വേഷൻ, വേറെ ലെറ്റേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും r വരെ, പക്ഷെ മൊത്തത്തിലുള്ള ഫണ്ടമെന്റൽ ഇക്വേഷൻ യാതൊരു വ്യത്യാസവും വരത്തില്ല. പല അധ്യാപകരും പല രീതിയിൽ പല മെത്തേഡുകളിലായിരിക്കും പഠിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. 10 അധ്യാപകരാണെങ്കിൽ 10 രീതിയിലായിരിക്കും. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്യണം. ഇതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം. കാരണം 3 മാർക്കിന് 4 മാർക്കിന് 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പടം വരച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാലേ മാർക്ക് ഉള്ളെന്നുള്ളത് ഉറപ്പാണ്. അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നല്ലൊരു ഡയഗ്രാമാണ്, നോക്കണം. ഒരു കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് നിങ്ങൾ സ്മോൾ r ആയിട്ട് എടുക്കണം. ഇവിടൊക്കെ നമ്മൾ ഓരോ ലെറ്റേഴ്സ് ശ്രദ്ധിച്ചോണം. കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് സ്മോൾ r ആണ്. ഇതൊരു ലിക്വിഡ് ആണ്. ഏത് ലിക്വിഡ് ആണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാപ്പിലറി റൈസിനകത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്, വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഡെൻസിറ്റി, വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആയിട്ട് എടുക്കുക. അവിടുത്തെ സർഫസ് ടെൻഷൻ എസ് ആയിട്ട് എടുക്കുക. ഓർത്താക്കണം ഓരോ ലെറ്ററും. r എന്ന് പറയുന്നത് കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ്.
അവിടുത്തെ സർഫസ് ടെൻഷൻ എസ് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. ഏത് ലിക്വിഡ് ആണ്? വാട്ടർ ആണ്. ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് ക്യാപിറ്റൽ എച്ച്. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ എച്ച് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. ഇവിടെ സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം ആണ്. ഇതിലൊരു ഡ്രോപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം ഇങ്ങനെ ഒരു പാർട്ട് വേണമെങ്കിൽ അത് കോൺകേവ് മെനിസ്കസ് ആണ്. എന്താ മെനിസ്കസ് ആണ്? കോൺകേവ് മെനിസ്കസ്. പടം വരയ്ക്കുമ്പോഴൊക്കെ വളരെ വ്യക്തമായിട്ട് വരയ്ക്കണം. കാരണം അത് മാത്രം നോക്കുന്ന അധ്യാപകർ കാണും അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. കോൺകേവ് മെനിസ്കസ് ആണ്. ഇനി ആ ഡ്രോപ്പ് എടുക്കുവാണെങ്കിൽ ഡ്രോപ്പിന്റെ റേഡിയസ്, കൺഫ്യൂഷൻ വരുന്നത്, ഡ്രോപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും ആർ ഡാഷ് ആണ്. ആർ ഡാഷ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡെറിവേഷൻ വരും. ഒ ഡി ഇ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഒക്കെ ഉണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ 3 പോയിന്റ് എടുത്തിട്ടുണ്ട്. എ ബി സി. ഇതൊന്നും ഇല്ലാതൊക്കെ പടം വരയ്ക്കാം. എ ബി സി 3 പോയിന്റ് എടുത്തിട്ടുണ്ട് ലിക്വിഡിനകത്ത്. എയും ബിയും സി. അന്നേരം ഇത്രയും കാര്യങ്ങൾ ലെറ്റേഴ്സ് നിങ്ങളുടെ സ്വന്തം സെന്റൻസ് എഴുതാം. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം, കാരണം ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. ആർ എന്ന് പറയുന്നത് എന്തിന്റെ റേഡിയസ് ആണ്? ക്യാപിറ്റൽ ട്യൂബിന്റെ റേഡിയസ് ആണ്. ആർ ഡാഷ് എന്ന് പറയുന്നത് ഡ്രോപ്പിന്റെ റേഡിയസ് ആണ്. ഞാനൊരു കാര്യം പെട്ടെന്ന് നിങ്ങൾ പറയും, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. ഡ്രോപ്പിനുള്ള ഇക്വേഷൻ എന്താണ്? P = 2s/r. എപ്പോഴും അതൊക്കെ ഓർത്തിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ ക്യാപിലാരിറ്റി പഠിക്കാൻ പറ്റത്തുള്ളൂ. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ് എന്ന് പറയുന്നത് P = 2s/r. ഇവിടെ ഡ്രോപ്പിന്റെ റേഡിയസ് ആർ ഡാഷ് ആയതുകൊണ്ട് 2s/r' നമുക്ക് എടുക്കാം. ഡ്രോപ്പിന്റെ റേഡിയസ് നമ്മൾ ആർ ഡാഷ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം. ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ. 3 പോയിന്റ് എടുത്തിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. കോൺകേവ് മെനിസ്കസ് ആണ്. സർഫസ് ടെൻഷൻ എസ് ആണ്. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത് റോ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല സ്വന്തം സെന്റൻസിൽ ഒരു അങ്ങ് കറക്റ്റ് നേരെ അങ്ങ് ഡെറിവേഷനിലോട്ട് പോകരുത്. പടം വരച്ചിട്ട് അതിനെ കുറിച്ച് ഒന്ന് എഴുതാം. അത് നിങ്ങളുടെ സ്വന്തം സെന്റൻസ് എഴുതാം. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. എക്സ്പ്രഷൻ ഫോർ കാപ്പിലറൈസ് അല്ലെങ്കിൽ കാപ്പിലറി അസെന്റ്. ഞാൻ ആദ്യം എഴുതിയത് നോക്കി, പ്രഷർ അറ്റ് സി. സിയുടെ അവിടുത്തെ പ്രഷർ ഈസിക്കൽ, ഞാൻ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതിക്കുകയാണ്. H - 2s/r'. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറെ ഡെറൈവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യതയില്ല. സിയുടെ അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദി ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് H, ആൻഡ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. അത്രയും ഓർത്താൽ മതി. സിയുടെ അവിടുത്തെ എയും ബിയും സിയും ഉണ്ട്. എ ബി സി. സിയുടെ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, പ്രഷർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എച്ച്, ഡിഫറൻസ് ആയതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. ആൻഡ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്. പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പിനുള്ള ഇക്വേഷൻ 2s/r ആണ്. പക്ഷേ നമ്മൾ ഇവിടെ ഡ്രോപ്പിന്റെ റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആർ ഡാഷ് ആയതുകൊണ്ട് 2s/r'. ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. സിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. ഇനി സിൻസ് ലിക്വിഡ് ഈസ് അറ്റ് റെസ്റ്റ്, ലിക്വിഡ് റെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ പാസ്കൽസിനനുസരിച്ച് പ്രഷർ അറ്റ് എ = പ്രഷർ അറ്റ് ബി. നമുക്കറിയാം 2 പോയിന്റ് 3 പോയിന്റ് വന്നു കഴിഞ്ഞാൽ പാസ്കൽസിനനുസരിച്ച് എല്ലാ പോയിന്റിലും പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഇവിടെ 2 പോയിന്റ് എടുക്കുവാണെങ്കിൽ എയും ബിയും എടുക്കുകയാണെങ്കിൽ പ്രഷർ അറ്റ് എ = പ്രഷർ അറ്റ് ബി. ഇനി നമുക്ക് എളുപ്പത്തിൽ പോവാം. പ്രഷർ അറ്റ് എ, എയുടെ അടുത്ത പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത് എടുത്താൽ മതി. എച്ച് എന്ന് പറയുന്നത് എന്തോ പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. H = പ്രഷർ അറ്റ് ബി. ബിയുടെ അതേ ഹൈറ്റിൽ തന്നെ, വെർട്ടിക്കൽ ഹൈറ്റിൽ തന്നെ വരുന്നില്ല സി. സിയുടെ അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചു H - 2s/r'. H - 2s/r' പ്ലസ് ഇത് എന്തായാലും ഒരു ലിക്വിഡിലാണ് ഈ ട്യൂബ് നിൽക്കുന്നത്. അന്നേരം അവിടെ ഒരു ലിക്വിഡ് പ്രഷർ ഉണ്ട്. ലിക്വിഡ് പ്രഷർ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് HρG. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് അതുകൂടെ വന്നത്. കാരണം ബിയും സിയും ഒരേ ഇതിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം സിയുടെ ഓൾറെഡി H - 2s/r' കൂട്ടത്തിൽ എന്ത് വേണം? ലിക്വിഡ് പ്രഷർ വേണം. കാരണം ലിക്വിഡിലാണെങ്കിൽ സാധാരണ ലിക്വിഡ് പ്രഷർ ഉണ്ട്. ആ ലിക്വിഡ് പ്രഷർ ആണ് HρG. H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ 2 സ്റ്റെപ്പ് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്യാപിലാരിറ്റിയുടെ ഡെറിവേഷൻ പോകാം. പലരും ക്യാപിലാരിറ്റിയും ബെർണോളിസ് തിയറവും തൊടാത്തതിന്റെ കാരണം അതിന്റെ ഒരു മെയിൻ സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഈ 2 സ്റ്റെപ്പ് ക്ലിയർ ആയിരിക്കണം. ഇനി നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. H = H - 2s/r' plus HρG. ഈ എച്ചിനെ ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവന്നേ. സിമ്പിൾ. H - H ഈക്വൽ -2s/r' plus HρG.
എച്ച് മൈനസ് എച്ച് ഉണ്ടോ? ഈ സ്റ്റെപ്പ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. എച്ച് മൈനസ് എച്ച് 0 ഈക്വൽ മൈനസ് 2s ബൈ ആർ ഡാഷ് പ്ലസ് എച്ച് റോ ജി. ഇനി രണ്ടിനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2s ബൈ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. മൈനസ് അങ്ങ് പോകും. 2s ബൈ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. അതിന് h ഈസ് ഈക്വൽ ടു 2s ബൈ h ഈസ് ഈക്വൽ ടു 2s ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ആർ ഡാഷ് റോ ജി. എന്നിട്ട് ഞാൻ അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 1. ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണെങ്കിൽ ഇക്വേഷൻ നമ്പറുകൾ കൊടുത്തു വന്ന് വളരെ 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 നല്ലതായിരിക്കും. ഇനി ഫ്രം ട്രയാങ്കിൾ ഒ ഡി ഇ എന്തെന്നറിയോ, നമുക്ക് ഈ ആർ ഡാഷിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ ഡാഷ് അതിന് പകരമാണ് ഫ്രം ട്രയാങ്കിൾ ഒ ഡി ഇ. ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒ ഡി ഇ. അവിടെ കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ആർ ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ആർ ഡാഷ് ആണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ആർ ബൈ ആർ ഡാഷ്. അവിടെ സിമ്പിൾ ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ആർ ഡാഷ് കോസ് തീറ്റ. അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് വന്നു ആർ ഡാഷ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ. അതിന് നമുക്ക് വേണ്ടത് ആർ ഡാഷ് ആണ്. ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർ ബൈ കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 2 ആണോ? അപ്പൊ നല്ല ഫ്ലോയിൽ കിട്ടുന്നില്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 in 1. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 in 1 എന്ന് പറഞ്ഞാൽ ഈ ആർ ഡാഷിന്റെ അവിടോട്ട് നമുക്ക് ആർ ബൈ കോസ് തീറ്റ കൊടുക്കാം. ആർ ഡാഷിന്റെ അവിടോട്ട് ആർ ബൈ കോസ് തീറ്റ കൊടുക്കുമ്പോൾ h ഈസ് ഈക്വൽ ടു കാണാൻ പറ്റുന്നുണ്ടല്ലോ 2s ബൈ ആർ ഡാഷിന് പകരം ആർ ബൈ കോസ് തീറ്റ ഇൻറ്റു റോ ജി. ഈ കോസ് തീറ്റ അങ്ങ് മുകളിൽ പോകും. h ഈസ് ഈക്വൽ ടു ഫൈനൽ ഇക്വേഷൻ ആയി h ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ ആർ റോ ജി. h ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ ആർ റോ ജി. ഇവിടെ വരെ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫുൾ മാർക്ക് കിട്ടും. അന്നേരം കാപ്പിലറി റൈസിന്റെ ഹൈറ്റ്, റൈസ് എന്ന് പറയുന്നത് ആ ഹൈറ്റ് ആണ്. ഹൈറ്റിനുള്ള ഇക്വേഷൻ ആണ് h ഈസ് ഈക്വൽ ടു 2s cos θ ബൈ r rho g. ഇനി സ്ഥിരമായിട്ട് ഒരുപാട് വർഷം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ചോദിച്ചിട്ടുണ്ട്. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ കാപ്പിലറി റൈസ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കാപ്പിലാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതാണ് കാപ്പിലറി റൈസ് എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല, ഒരു നമ്പറാണ്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. എനി 2 ഫാക്ടേഴ്സ് വേണ്ട. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ഒരു വട്ടം ചോദിക്കുന്നത്. എനി 2 ഫാക്ടേഴ്സ്, ഏതെങ്കിലും 2 ഫാക്ടറുകൾ നിങ്ങൾ ഇഷ്ടംപോലെ ഫാക്ടർ ചോദിക്കൂ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലെറ്ററിൽ അറിഞ്ഞിരിക്കണം. എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്ന് എഴുതുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ട്യൂബ് ആണ്, റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ് അല്ല, റേഡിയസ് ഓഫ് ദി ട്യൂബ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്ത് എളുപ്പം! 5 ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഏതൊക്കെയാ 5 ഫാക്ടേഴ്സ്? ഒന്ന് സർഫസ് ടെൻഷൻ, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ആർ റേഡിയസ് ഓഫ് ദി ട്യൂബ്, റോ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിനെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യനോട് നമ്മൾ പഠിച്ചു. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി റൈസ്? ക്ലിയർ? ഡെറിവേഷൻ നല്ല വൃത്തിയായിട്ട് ഈ സ്റ്റെപ്പ് ഒന്ന് ക്ലിയർ ആയി കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ പടാന്ന് ഇവിടെ വരും. എന്നിട്ട് സാധനത്തിനാണ് ഇത്ര ഇവിടെ എഴുതിക്കുന്നത്. നമുക്കൊരു 101% പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഹയർ സെക്കൻഡറിയിലൊക്കെ പല അധ്യാപനം പല രീതിയിലായിരിക്കും നോക്കുന്നത്. നമ്മളിവിടെ എടുത്തേക്കുന്ന വാട്ടർ ആണ് ലിക്വിഡ് ആയിട്ട്, അതുകൊണ്ട് എഴുതിക്കുന്നത് ഫോർ ലിക്വിഡ് സൈഡ് വാട്ടർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. കാരണം തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ആംഗിൾ ഓഫ് കോണ്ടാക്ട് വാട്ടറിന്റെ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോസ് തീറ്റ. അന്നേരം കോസ് 0 എന്ന് പറയുന്നത് എന്തായാലും 1 ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് തീറ്റയുടെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ വാട്ടർ ആയതുകൊണ്ട് h ഈസ് ഈക്വൽ ടു 2s ബൈ r rho g. ഇവിടെ വരെ ഇവിടെ എഴുതിയാൽ ഒന്നും കാണാനില്ല. നമുക്ക് പറഞ്ഞില്ലയോ 5 മാർക്കിന് പകരം വേണമെങ്കിൽ 6 മാർക്ക് ഇട്ട് കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നും അധ്യാപകർ. ചുമതലയാണ്. ഇവിടെ വരെ എഴുതി നിർത്തിയാലും മതി. പിന്നെ വേണമെന്നുള്ളത് ഇതുകൂടെ എഴുതിയാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ്. 101% പെർഫെക്റ്റ്. ഇത് 100 ആയി. അതിനുവേണ്ടിയാണ് ഫോർ ലിക്വിഡ് സൈഡ് വാട്ടർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. കാരണം തീറ്റ ഈസ് ഈക്വൽ ടു 0, h ഈസ് ഈക്വൽ ടു ഇത് 1 ആയാൽ 2s ബൈ r rho g. ഇങ്ങനെ പഠിക്കണം കാപ്പിലാരിറ്റിയുടെ ഡെറിവേഷൻ. അന്നേരം നല്ല വൃത്തിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇപ്പം ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചു തന്നു എന്നുള്ളത് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആംഗിൾ ഓഫ് കോണ്ടാക്ട് പഠിച്ചു, അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നെ കാപ്പിലറി റൈസ് പഠിപ്പിച്ചു, കാപ്പിലറി ഡിപ്രഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പഠിപ്പിച്ചു. എക്സ്പ്രഷൻ ഫോർ കാപ്പിലാരിറ്റി പഠിപ്പിച്ചു. ഇനി ഞാൻ പഠിപ്പിക്കുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്.
ചിലപ്പോൾ നമുക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ചോദിക്കും. ചില നമ്മൾ ഏതാണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഏതെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യും. അങ്ങനെ എഴുതരുത്. എന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. എന്നിട്ട് നമ്മുടെ ക്യാപിലാരിറ്റിയുടെ കലാശക്കൊട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ക്യാപിലാരിറ്റി. നിങ്ങൾ കണ്ടതും കേട്ടതും ആയ പരിചിതവും അപരിചിതവുമായ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഇൻ സമ്മർ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ സമ്മർ കോട്ടൺ ഡ്രസ് ആർ പ്രിഫേർഡ്, ഗീവ് റീസൺ. നല്ല ചൂടുള്ള സമയത്ത് പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയക്കാരെല്ലാം നമ്മൾ ഖദറിടും. വെള്ള ഡ്രസ്സായിരിക്കും 90% പേരും രാഷ്ട്രീയക്കാർ. സ്വാഭാവികം നമുക്കും ഇടാവില്ല, ആർക്കും ഇടാവുന്ന ഡ്രസ്സാണ് വെള്ള, വൈറ്റ് ഡ്രസ്സ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ്. ഈ ലിനന്റെയും മലൻസോളിന്റെ വലിയ ബ്രാൻഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലോത്ത് ആയിരിക്കും. അതൊക്കെ സാധാരണപ്പെട്ട ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമില്ല. കോട്ടൺ ഡ്രസ്സിന് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വേർപ്പ് സെറ്റ് അങ്ങ് പിടിച്ച്. അന്നേരം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ സമ്മർ കോട്ടൺ ഡ്രസ് ആർ പ്രിഫേർഡ്. ചൂടുകാലത്ത് നമ്മൾ കോട്ടൺ ഡ്രസ് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു, ഗീവ് റീസൺ. അന്നേരം നമ്മൾ ആദ്യം എഴുതണം ഇറ്റ് ഈസ് ഡ്യൂ ടു ക്യാപിലാരിറ്റി എന്ന് എഴുതിയേക്കണം, തകർത്തേക്കണം. ഒരു മാർഗം അവിടെ കിട്ടും. കാരണം ഈ തിന്നായിട്ടുള്ള പോർസ്, തിൻ പോർസ് ഉണ്ട് എപ്പോഴും കോട്ടൺ ഡ്രസ്സിന്, തിൻ പോർസ്. ഈ സ്വെറ്റ് പോർസ് എന്ന് പറയാൻ സുഷിരങ്ങൾ എന്നാണ്, ചെറിയ ഹോൾസ് ആണ് പോർസ് എന്ന് പറയുന്നത്. തിൻ പോർസ് ഉണ്ട് എപ്പോഴും കോട്ടൺ ഡ്രസ്സിന്. നമ്മുടെ ദേഹത്തുണ്ടാകുന്ന വേർപ്പ് ഈ പോർസ് അങ്ങ് പിടിച്ചെടുക്കും. അതൊരു ക്യാപിലറി ആക്ഷൻ ആണ്. അന്നേരം ഇതാണ് എൻ്റെ റീസൺ. ഒരു 2 സെന്റൻസ് തുടങ്ങിയാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ക്യാപിലാരിറ്റി കഴിഞ്ഞിട്ട് 2 സെന്റൻസ്. തിൻ പോർസ് ഉണ്ട്, സെറ്റ് ഫോം ചെയ്യുമ്പോൾ അതങ്ങ് പിടിച്ചെടുക്കുക, അബ്സോർവ് ചെയ്യുന്ന എഴുതിയാൽ ഫുൾ മാർക്ക്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അന്നേരം ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ഉത്തരം എഴുതും, പഠിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ. ഇനി അങ്ങനെ എഴുതാൻ പാടില്ല. 2, ഹൗ ഡസ് ദി പ്ലൗയിങ് ഓഫ് ഫീൽഡ്സ് ഹെൽപ്സ് ഇൻ ദി പ്രിസർവേഷൻ ഓഫ് മോയ്സ്ചർ ഇൻ ദി സോയിൽ. ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ചോദിച്ചതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാണ്. നമ്മുടെ ഇത് 2 ആദ്യത്തെ 3ാമത്തെ ചോദിക്കത്തില്ലെന്നല്ല, ഇത് ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്ലൗയിങ് ഓഫ് ഫീൽഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിലങ്ങളൊക്കെ, നമ്മുടെ കാർഷിക നിലങ്ങളൊക്കെ ഉഴുതിടും. പണ്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പണ്ടുള്ള ആൾക്കാർ. ഇപ്പോഴുള്ള ആൾക്കാരും ചെയ്യുന്നവരുണ്ട്. കൃഷിയോട് ഭയങ്കര സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അന്നേരം പ്ലവിങ് ഓഫ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം ഉഴുത് മറിച്ചിടുന്നതിനുള്ള കാരണം അതും ഇറ്റ് ഈസ് ഡ്യൂ ടു ക്യാപിലാരിറ്റി അല്ലെങ്കിൽ ക്യാപിലറി ആക്ഷൻ. കാരണം അവിടെ ഉഴുതിടുമ്പം അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വാട്ടർ കണ്ടന്റ് ആ സോയിലിൽ തന്നെ കിടക്കും. കാരണം മണ്ടയ്ക്കോട്ട് വരുമ്പോഴത്തേന് അത് കട്ട് ചെയ്തങ്ങ് പോകും. അന്നേരം ആ ജലാംശം എവിടെ തന്നെ കിടക്കും, ഭൂമിയിൽ തന്നെ അല്ലെങ്കിൽ ആ മണ്ണിൽ തന്നെ കിടക്കും. അന്നേരം ആ ജലാംശം നമുക്ക് പിന്നീട് അങ്ങോട്ട് അടുത്ത ധാന്യങ്ങൾ നടുമ്പോഴും ഒക്കെ നമുക്ക് പ്രത്യേകത. അന്നേരം എപ്പോഴും പ്ലവിങ് ഓഫ് ഫീൽഡ്സ് ഹെൽപ്സ് ഇൻ ദി പ്രിസർവേഷൻ ഓഫ് മോയ്സ്ചർ. ആ മോയ്സ്ചർ ഈർപ്പം നിലനിർത്താൻ സഹായിക്കാനുള്ള കാരണം അതാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ക്യാപിലറി ആക്ഷൻ. കാരണം ആ ഈർപ്പം അല്ലെങ്കിൽ അത് എപ്പോഴും വാട്ടർ കണ്ടന്റ് അവിടെ കട്ടായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് അവിടെ കിടക്കും. ഓക്കെ, അടുത്തത് why is the tip of the nib of your writing pen splits? Explain. ഞങ്ങളുടെയൊക്കെ കാലത്ത്, നിങ്ങളുടെ കാലത്ത് ഇത്രയില്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ ഹീറോ പേന, നിങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ അച്ഛൻ്റെ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ മഷിപ്പേന എന്ന് പറയുന്നത് വലിയൊരു സംഭവം. മഷിപ്പേന കൊണ്ടൊക്കെ പോയി എഴുതുക എന്നൊക്കെ പറയുന്നത് ഈ കാഞ്ചനമാലയിലും മൊയ്തിനകത്തൊക്കെ ഈ മഷിപ്പേന വെച്ച് ബോൾ പെൻ വെച്ചല്ലേ എഴുതുന്നത്, സെല്ലോ ഗ്രിപ്പർ വെച്ചിട്ടല്ലേ എഴുതുന്നത്. മഷിപ്പേന വെച്ച് ഇങ്ങനെ എഴുതുന്നതിന് ഒരു സുഖമുണ്ട്. ഈ മഷിപ്പേനയുടെ നിങ്ങൾ ടിപ്പ് നോക്കി കാണാം, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ ചെറിയൊരു സ്പ്ലിറ്റ് കാണും. ആ സ്പ്ലിറ്റിനകത്തോടാണ് ഇങ്ക് റൈസ് ചെയ്ത് വരും. അത് ക്യാപിലാരിറ്റിയാണ്, ക്യാപിലർ റൈസാണ്. അന്നേരം ഇതിന്റെ ആൻസറും എന്ത് തന്നെയാണ്, ക്യാപിലാരിറ്റിയാണ്. അന്നേരം ഇതെല്ലാം ഏതിന്റെ ആപ്ലിക്കേഷനാണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ക്യാപിലാരിറ്റി. അന്നേരം ഇങ്ങനെ വേണം നമ്മൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പഠിക്കാൻ. നോട്ടോടെ വെച്ചൊന്ന് ക്ലിയർ ആയിട്ട് പോയിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ, ഈസി ആയിട്ട് പഠിക്കാം. ഇങ്ങനെ വേണം നിങ്ങൾ പ്ലസ് 1 ഒരു ടോപ്പിക്ക്, പ്ലസ് 1 ആയാലും പ്ലസ് 2 ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെ. ഒരു ടോപ്പിക്ക് എടുത്ത് അതിന്റെ ഫുൾ വേർഷൻ പഠിപ്പിക്കും, പിന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതെല്ലാം പഠിക്കുന്നവർക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. അതിൽ നിന്ന് ചോയ്സ് വെച്ച് പഠിച്ച് ഞങ്ങൾ ഇന്നതേ പഠിക്കത്തുള്ളൂ. ഞങ്ങൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നതിന് അത് ഏറ്റവും വലിയ പ്രത്യേകത പണ്ട് പോലെ ഉണ്ട്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ബെർണോളിസിയർ ഉറപ്പുള്ള ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചേക്കാം. ചിലപ്പോൾ അത് ചോദിക്കത്തുമില്ല, 90% ചിലവ് ചോദിക്കത്തില്ല. അത് അയ്യോ ഞങ്ങൾക്ക് പണി കിട്ടി. ഇത്രയും പഠിക്കുന്ന ന്യൂമറിക്കൽ സമ്മിനെ അത് നമുക്ക്
സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ക്യാപിറ്റൽ റൈസ്, ക്യാപിലറി ഡിപ്രഷൻ, എക്സ്പ്രഷൻ ഫോർ ക്യാപിറ്റൽ റൈസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ക്യാപിലാരിറ്റി. 3 ആപ്ലിക്കേഷൻ പറഞ്ഞു തന്നു. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. പഠിക്കുന്നതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. +2 നന്നായിട്ട് പഠിക്കുക. നവംബർ 5 വരെ നിങ്ങൾ കാണുന്നവർ ബാക്കിയുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. നവംബർ 5 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ +2ന്റെ ഗിരീഷ് ക്ലാസ് കേൾക്കുന്നവർക്ക് എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം കിട്ടും. അന്നേരം നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഓഫ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ബെർണോളിസ് തിയറം, ആപ്ലിക്കേഷൻസ്, പ്രൂഫ്. ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അന്നേരം ബെർണോളിസ് തിയറം സ്റ്റൈലായിട്ട് പഠിക്കണം. Until then, bye bye, see you.